ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഗ്രൗണ്ട് വർക്കിൻ്റെ വീഡിയോകളൊക്കെ കാണാറുണ്ടല്ലോ. നമ്മുടെ ഗ്രൗണ്ട് വർക്കിടൊക്കെ ഇഷ്ടമായോ? നല്ല മനോഹരമായ പൂക്കളാണ് ഈ ഗ്രൗണ്ട് വർക്കിൻ്റെ. നമ്മുടെ ഈ എല്ലാ വീഡിയോകളിലും ഞാൻ എൻ്റെ ഗ്രൗണ്ട് വർക്കിൽ സെയിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് അനേകർ വാങ്ങിയിട്ടുമുണ്ട് പ്ലാന്റുകളൊക്കെ. ഇതിനെക്കുറിച്ചുള്ള ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ ഗ്രൗണ്ട് വർക്കിൻ്റെ സെയിൽ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ഞാനിന്ന് വീഡിയോ എടുത്തേക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ഗ്രൗണ്ട് വർക്കിനെ കുറിച്ച് ഇടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. പിന്നെ കമൻറ്റ് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് വർക്കിനെ കുറിച്ചുള്ള എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും എല്ലാവരും അത് കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാത്തിനും ഞാൻ മറുപടി തരുന്നതാണ്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഈ ഗ്രൗണ്ട് വർക്കിൻ്റെ ഈ സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്തിന് ഒരു 4-5 കിലോമീറ്ററിന് അടുത്തായിട്ട് വരും. ഞങ്ങളുടെ സ്ഥലത്തിന് വളരെ അടുത്താണ് ഈ കഴക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലം. ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റുകൾ നമുക്ക് നോക്കിയെടുക്കാവുന്നതാണ്. ഇഷ്ടമുള്ള പ്ലാന്റുകളൊക്കെ എടുക്കാവുന്നതാണ്. നമ്മുടെ ഈ ചെടികളൊക്കെ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ തുടങ്ങിയിട്ടൊരു 2.5 വർഷമായി. വളരെ കുറച്ച് ചെടികളുമായിട്ട് നമ്മൾ പ്ലാന്റുകൾ ഞാൻ നട്ടു വളർത്തി തുടങ്ങിയതാണ്. ഇത് തായ്ലൻഡിൽ നിന്നുള്ള പ്ലാന്റുകളാണ്. ഈ പ്ലാന്റുകളൊക്കെ തായ്ലൻഡിൽ നിന്നുള്ള പ്ലാന്റുകൾ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ വളർത്തി വലുതാക്കി ഒരു ഫ്ലവർ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്യാറുള്ളൂ. കാരണം നമുക്ക് ഫ്ലവർ കാണാതെ നമുക്ക് വരുന്ന ടാഗിൽപ്പെട്ട പ്ലാന്റ് തന്നെ ആയിരിക്കത്തില്ല ചില സമയത്ത് ഫ്ലവർ വരുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഫ്ലവർ കാണാതെ ഒരു പ്ലാന്റും ഞാൻ കൊടുക്കാറില്ല. ആ നിലയിൽ മാത്രമേ ഞാൻ പ്ലാന്റ് കൊടുക്കാറുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഞാനിവിടെ സെയിൽ ചെയ്യുന്നത്. മിക്കവാറും പ്ലാന്റുകൾ എൻ്റെ നിന്ന് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം, ഫ്ലവർ ഉണ്ടാകും, അല്ലെങ്കിൽ മൊട്ട ഉണ്ടാകും. നമ്മളിവിടെ കൊടുക്കുന്ന പ്ലാന്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒറ്റ പ്ലാന്റ് ആയിരിക്കും. ചിലപ്പോൾ അതിന് കൂടെ തൈ കൂടെ നിൽപ്പുണ്ടെങ്കിൽ തൈ കൂടെ കൊടുക്കും. ചില പ്ലാന്റുകൾ നല്ല മെച്ചുവർ പ്ലാന്റ് ആകുമ്പോൾ അതിൻ്റെ അടുത്ത് ചിലപ്പോൾ തൈയൊന്നും കാണത്തില്ല. അപ്പം നമുക്ക് ആ രീതിയിൽ കൊടുക്കാനും പറ്റത്തില്ല. നമുക്ക് ചിലർ പറയും നമുക്കിപ്പോൾ നഴ്സറിയിൽ പോയി കഴിഞ്ഞാൽ 2-3 തൈകൾ ഒത്തിരി ചേർത്ത് കിട്ടുമെന്ന്. ഒരിക്കലും തായ്ലൻഡ് വെറൈറ്റി പ്ലാന്റുകൾ നമുക്ക് അങ്ങനെ കിട്ടാൻ പാടാണ്, വളരെ പാടാണ്. അതുപോലെ കിട്ടാനും ചാൻസ് ഇല്ല. കാരണം നമുക്ക് പ്ലാന്റുകൾ കിട്ടുന്ന തന്നെ ആ രീതിയിലല്ല. നല്ല റേറ്റിലാണ് പ്ലാന്റുകളൊക്കെ വരുന്നത്. ആ പ്ലാന്റുകളാണ് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിൽ. കാരണം ഇത് തായ്ലൻഡിൽ നിന്ന് വരുന്ന പ്ലാന്റുകൾ എന്ന് പറയുന്നത് കൊക്കോ പീറ്റിൽ വെച്ച് കുറച്ച് മരുന്നുകളൊക്കെ ഇട്ട് അവർ വളർത്തി വലുതാക്കി നമുക്ക് തരുന്നതാണ്. ഈ പ്ലാന്റിന് നമ്മുടെ ഇവിടുത്തെ സാധാരണ മണ്ണിൽ ഞാൻ വളർത്തിയെടുക്കുന്നതാണ്. ഞാൻ നട്ടിട്ടുള്ള എല്ലാ ചെടികളും സാധാരണ മണ്ണിൽ മാത്രമാണ് നട്ടേക്കുന്നത്. മണൽ എല്ലാത്തിലുമില്ല, കുറച്ചൊക്കെ മണൽ ചില പ്ലാന്റുകളൊക്കെ ചേർത്തിട്ടുണ്ട്. മണൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മണലിടാം. പിന്നെ ചാണകപ്പൊടി, എല്ലുപൊടി അത്രയും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു ചെടി എങ്ങനെ നടുന്നുണ്ടോ ആ രീതിയിൽ നമുക്ക് നട്ട് വളർത്തി നമുക്ക് നല്ല ഫ്ലവറൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ഇവിടെ തന്നെ ഒരു 200-ന് പുറത്ത് കളേഴ്സ് എൻ്റെ കയ്യിലിപ്പോൾ കളക്ഷനിലുണ്ട്. ഇനിയും ഒത്തിരി കളർ പുതിയ വെറൈറ്റികൾ എനിക്ക് വിരിയാനായിട്ടുണ്ട്. അത് എല്ലാ പ്ലാന്റും വിരിഞ്ഞ് കണ്ടു കഴിഞ്ഞ് അതിൽ തൈകൾ ഉണ്ടായിക്കഴിഞ്ഞാലേ ഞാൻ കൊടുക്കത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ പ്ലാന്റ് വളർത്തി വിൽക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കരുത്. വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണായിരിക്കണം. ചില മണ്ണുകളിലൊക്കെ നമുക്ക് പശയുള്ള മണ്ണ് നമുക്ക് ലഭിക്കാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തുള്ള മണ്ണുകൾ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ നോക്കി പശയില്ലാത്ത നല്ല മണ്ണ് നോക്കി നമ്മളെടുത്ത് നട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ പ്ലാന്റും നല്ല രീതിയിൽ വളർന്ന് നല്ല ഫ്ലവറിങ് ഉണ്ടാവും. കാണാൻ നല്ല മനോഹരമായിട്ട് നമ്മൾ ഡെൻഡ്രോബിയം, വാൻഡ, മുക്കാറ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസത്തിലോ 2 ആഴ്ചയിലോ ഒരിക്കൽ നമ്മൾ അതിന് മരുന്ന് കൊടുക്കണം. മരുന്ന് കൊടുത്ത് രാസവളം എന്തെങ്കിലും നമ്മൾ പ്രയോഗിച്ച് കഴിഞ്ഞാലേ നമുക്ക് നല്ല ഫ്ലവർ കിട്ടത്തുള്ളൂ. പക്ഷേ ഗ്രൗണ്ട് വർക്കിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ നടുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ആദ്യം ഒന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ പ്ലാന്റുകളെ
നമുക്ക് പോട്ടായിട്ട് മണ്ണായിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. നമുക്ക് കൊറിയർ അതിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ടെങ്കിലും ഇളക്കിയ ശേഷം ഞാൻ കൊക്കോ പീറ്റിൽ നന്നായിട്ട് പൊതിഞ്ഞ് അല്പം നനവോട് കൂടിയൊക്കെ ഞാൻ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത്. ഈ പ്ലാന്റിനെ നമ്മൾ നട്ട് വെച്ചിട്ട് നമ്മുടെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവിടുത്തെ മണ്ണുമായിട്ട് വേര് പിടിക്കണമല്ലോ. വേര് പിടിക്കാനുള്ള ടൈം നമ്മൾ പ്രത്യേകം ആ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ആരോഗ്യത്തോടു കൂടി വന്ന് നല്ല ഫ്ലവർ കാണാൻ പറ്റും. ആദ്യത്തെ ഒരു സ്റ്റേജ് കാരണം ഒരു 2 മാസം നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡിൽ അല്പം നമ്മളൊന്ന് ശ്രദ്ധിച്ച് തണലത്ത് വയ്ക്കുക. തണലത്ത് വെച്ച് ചെടി ഒന്ന് വളർന്നതിന് ശേഷം ഒത്തിരി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ചെടി വളർന്നു വരും. കാരണം ഒരു ചെടി സാധാരണ രീതിയിൽ കൊണ്ടുവച്ച് നടുന്ന രീതിയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് വച്ച് നടുന്ന ഒരു പ്രയാസം മാത്രമേ ഒരു കഷ്ടപ്പാടെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ചുമ്മാ ഒരു ചെടി നമ്മൾ കൊണ്ട് വച്ച് കഴിഞ്ഞാൽ നടുന്നത് പോലത്തെ രീതിയിൽ നമുക്ക് ഈ ഹൈബ്രിഡ് വെറൈറ്റി എല്ലാം കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് വളർന്നുണ്ട്. ഇവിടുത്തെ മഴയും വെയിലും എല്ലാം കൊണ്ട് വളരുന്ന ചെടിയാണ്. അതുകൊണ്ട് ഒരിക്കലും നഷ്ടമാകത്തില്ല. അല്പം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ചെടിയും നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. ഈ പ്ലാന്റുകളുടെ വിലയെന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്കുണ്ട്, 150-നുണ്ട്, 200. ഓരോ വെറൈറ്റി അനുസരിച്ച് റേറ്റിന് വ്യത്യാസമുണ്ട്. ചില പ്ലാന്റൊക്കെ 300 രൂപയുടെ പ്ലാന്റ് ഉണ്ട്, 350-ൻ്റെ ഉണ്ട്, 400-ൻ്റെ ഉണ്ട്. അത് ഓരോന്നിൻ്റെയും വെറൈറ്റി അനുസരിച്ച് വ്യത്യാസപ്പെട്ട് വരും വിലകളുടെ ഓരോന്നിൻ്റെയും വില. ഈ പ്ലാന്റൊക്കെ എന്ന് പറയുന്നത് 200 രൂപ റേറ്റ് വരുന്ന പ്ലാന്റുകളാണ്. ഇതൊക്കെ 200-ആണ്. ഇതൊക്കെ 200 റേറ്റ് വരുന്നത്. പക്ഷേ ഇത് ഇച്ചിരി വില വരുന്നുണ്ട്. ഒരു 650 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇത് ഐസ് ബ്ലൂവിൻ്റെ ഒറിജിനൽ ഐസ് ബ്ലൂ ആണ്. ഇതുപോലെ പല റേറ്റുകളിൽ പ്ലാന്റുകൾ വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഈ പ്ലാന്റൊക്കെ എന്ന് പറഞ്ഞാൽ 300 രൂപ റേറ്റ് വരുന്നുണ്ട്. ഓരോ കാണുവാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ്. ഇതിൻ്റെ ഓരോ വെറൈറ്റി അനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ റേറ്റൊക്കെ വരുന്നത്. നമ്മുടെ തിരുവനന്തപുരം നമ്മുടെ ഈ കേരളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റുകൾ അയക്കുമ്പോൾ 2 ദിവസത്തിൽ പ്ലാന്റ് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. മിക്കവാറും സ്ഥലങ്ങളിൽ 1 ദിവസത്തിൽ പ്ലാന്റ് കിട്ടുന്നുണ്ട്. അല്ല എങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 2 ദിവസത്തിൽ തീർച്ചയായിട്ടും പ്ലാന്റ് എല്ലാവർക്കും നല്ല സേഫായിട്ട് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും ഞാൻ പ്ലാന്റുകൾ അയക്കുന്നുണ്ട്. മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഒത്തിരി പേര് പ്ലാന്റുകൾ വാങ്ങുന്നുണ്ട്. വെസ്റ്റ് ബംഗാൾ, ഒറീസ പല സ്ഥലങ്ങളിലും അയക്കുന്നുണ്ട്. അവർക്കൊക്കെ നമ്മൾ DTDC കൊറിയറിലോ എയറിലോ ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അവർക്കൊക്കെ നന്നായിട്ട് പ്ലാന്റുകൾ കിട്ടുന്നുണ്ട്. ചിലർക്കൊക്കെ ഫ്ലവർ വന്നു. ഫ്ലവറൊക്കെ നമുക്ക് തിരിച്ചിട്ട് വരുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. അങ്ങനെ നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ്. എല്ലാ ചെടികളും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ മാത്രമാണ്. അല്ലാതെ തായ്ലൻഡിൽ നിന്ന് വരുന്ന പ്ലാന്റിനെ ഞാൻ എടുത്ത് അതൊക്കെ അങ്ങനെ വിൽക്കുന്നവരുണ്ടാകാം. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം തായ്ലൻഡിൽ നിന്ന് വരുന്ന പ്ലാന്റിനെ എടുത്ത് കൊടുത്ത് അത് രക്ഷപ്പെട്ടു വരാൻ അല്പം അയച്ചൊക്കെ കൊടുത്ത് കിട്ടുമ്പോൾ രക്ഷപ്പെട്ടു വരാൻ അല്പം പ്രയാസമാണല്ലോ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് ചേർന്ന ചെടികൾ മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. ആവശ്യമുള്ളവർ നമ്മുടെ എൻ്റെ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ DTDC കൊറിയർ, സ്പീഡ് പോസ്റ്റോ വഴി നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കുന്നുണ്ട്. ഞാൻ ഇവിടെ മാത്രമല്ല പ്ലാന്റ് വെച്ചേക്കുന്നത്, ഞാൻ വേറെയും 2-3 സ്ഥലങ്ങളിൽ വിശാലമായിട്ട് ഒത്തിരി ചെടികൾ വച്ചിട്ടുണ്ട്. അതൊക്കെ ചെടികളായി വരുന്നതേ ഉള്ളൂ. ഫ്ലവറിങ് സ്റ്റേജ് ആയി വരുന്നുണ്ട്. ഞാൻ തുടർന്ന് ഇടുന്ന വീഡിയോകളിലൊക്കെ അവിടെയൊക്കെയുള്ള പ്ലാന്റുകളൊക്കെ ഇടുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും വളർത്താൻ പറ്റുന്ന ഒരു നിഷ്പ്രയാസമായിട്ട് രീതിയിൽ വളർത്താൻ പറ്റുന്ന രീതിയിൽപ്പെട്ടതാണ്. അല്പം സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ചെടികൾ നല്ല രീതിയിൽ വളർത്താം. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വളർത്തി നല്ല ഫ്ലവർ കാണാൻ പറ്റുന്ന ചെടിയാണ്. ഈ ചെടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി മാസങ്ങളായി ഇതൊക്കെ പൂത്ത് കഴിഞ്ഞാൽ ഒത്തിരി നാളെ നിൽക്കും. ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ്. ഇതൊക്കെ പൂത്ത് തീർന്നു. കാരണം ഒത്തിരി നാളായി, ഒത്തിരി മാസങ്ങൾ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്ന ചെടികളാണ്. വളരെ പ്രയാസമില്ലാത്ത രീതിയിൽ നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഞാൻ ആദ്യത്തെ ഒരു സ്റ്റേജ് അല്പം ശ്രദ്ധ കൊടുത്തിട്ട് പിന്നെ വളരെ ശ്രദ്ധ കൊടുക്കാതെ തന്നെയാണ് ഞാൻ ഈ ചെടികളൊക്കെ വളർത്തുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും
സാധാരണ എല്ലാവർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ്. അതിനാൽ തുടർന്നും ആവശ്യമുള്ളവർ ഈ പ്ലാന്റ് ബന്ധപ്പെടുക, ഞാൻ അയച്ചു തരുന്നതാണ്. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.